ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേശുദേ രാവിലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കേശുവിന് രാവിലെ സ്കൂളിൽ പോകണം. മാത്രമല്ല ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 8 മണി വരെയുള്ള കാര്യങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. കേശുവും ചേട്ടനും പോയ ശേഷം ഞാൻ നേരെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി വന്നതാണ്. 4-5 ദിവസം ഞങ്ങളിവിടെ ഇല്ലായിരുന്നത് കാരണം എൻ്റെ ചെടിയെല്ലാം കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആ റെഡ് കളറിലുള്ള ചെടിയുണ്ടല്ലോ, അതിലെപ്പോഴും നിറയെ പൂക്കൾ ഉണ്ടാകുന്നതാണ്. അത് മൊത്തം വാടിക്കരിഞ്ഞ് ഒരു ഇല പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ അതായത് ചെറുതായിട്ട് ഇങ്ങനെ തെളുത്ത് വരുന്നതാണ് കേട്ടോ. പിന്നെ ചെറിയ മുട്ടുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എനിക്കിവിടെ റോസയും കാശിത്തുമ്പയും പിന്നെ ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആ ചെടിയും പിന്നെ ഒരു പുൽച്ചെടി പോലത്തെ ഒരു ചെടിയുണ്ട്, പിന്നെ ഒരു ചെമ്പരത്തി, അരളി, ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഉള്ളതിന് ഞാൻ നല്ലവണ്ണം ശ്രദ്ധിച്ചു പോരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം നമ്മൾ നോക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോഴത്തേക്കും അത് മൊത്തം അങ്ങനെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഈ ചെടി നിൽക്കുന്ന ഈ വീടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് 2-3 മുളകും പിന്നെ ഒരു കറിവേപ്പിലയും മാത്രമാണ് നിൽക്കുന്നത് കേട്ടോ. ഞാൻ ഈ ഡ്രസ്സൊക്കെ വിരിച്ചിടുന്നില്ലേ, അപ്പോൾ ഈ ഭാഗത്താണ് 2-3 മുളകും പിന്നെ കറിവേപ്പിലയും നിൽക്കുന്നത്. കറിവേപ്പില ഞാൻ ഇപ്പോൾ വളമൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ഇലകൾ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലെ കുറച്ച് തുണികൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് എടുത്ത് വിരിക്കുന്നത്. ഇന്നലെ കഴുകിയിട്ട തുണികളൊക്കെ അശയിൽ കിടപ്പുണ്ട്, അത് നല്ലവണ്ണം ഉണങ്ങിയിട്ടില്ല. അതാണ് ഞാൻ ബാക്കി ഇന്ന് കഴുകിയതിനെ മതിലിലോട്ട് അങ്ങ് വിരിച്ചത്. തുണികളൊക്കെ വിരിച്ചതിന് ശേഷം ഞാൻ അകത്തേക്ക് പോവുകയാണ്. ദേവുട്ടിക്ക് ഇന്ന് രാവിലെ പോകണ്ട, അവൾക്ക് ഉച്ചയ്ക്ക് പോയാൽ മതി. അതിനുശേഷം ഞാനും ദേവുട്ടിയും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇന്ന് അപ്പവും ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ. ദേവുവിനാണെങ്കിൽ ഈ അപ്പം ഒട്ടും ഇഷ്ടമല്ല. ദോശ ഇഡ്ഡലിയൊക്കെ ആണെങ്കിലേ അവൾ കഴിക്കുകയുള്ളൂ. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ നുള്ളി ഇരിക്കുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ അവളെ ഇഷ്ടത്തിന് തന്നെയാണ് കേട്ടോ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഇവിടെ ഹോളും ഒക്കെ ഒന്ന് അടിച്ചു വാരി ഇടുകയാണ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണെന്ന് പറഞ്ഞല്ലോ. ഇന്ന് ദേവുട്ടിയുടെ സ്കൂളിൽ ആനുവൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ ദേവുട്ടിക്ക് ഡാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് പോവേണ്ടതായിട്ടുള്ളത്. ദേവുട്ടിയുടെ എക്സാമൊന്നും ഇപ്പോൾ തുടങ്ങിയില്ല. 24-ാം തീയതിയാണ് അവർക്ക് എക്സാം തുടങ്ങുന്നത്. കേശുവിന് 18-ാം തീയതിയാണ് എക്സാം തുടങ്ങുന്നത്. ദേവുട്ടി LP സ്കൂളിലും കേശു UP സ്കൂളിലുമാണ് പഠിക്കുന്നത്. കേശു ഈ വർഷം കൂടെ ആ സ്കൂളിലുള്ളൂ. അടുത്ത വർഷം ഇനി വേറെ സ്കൂളിലാക്കണം. ഇപ്പോൾ പഠിച്ച സ്കൂൾ നല്ല സ്കൂളാണ് കേട്ടോ. അവൻ വഴുതക്കാടാണ് പഠിക്കുന്നത്. വഴുതക്കാട് ശിശുവിഹാർ UPSലാണ്. നമ്മുടെ ശങ്കരനൊക്കെ പഠിച്ച സ്കൂളാണ് കേട്ടോ. ഇന്നലെ ചേട്ടൻ ഇവിടെ തണ്ണിമത്തം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ദേവുട്ടിക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കുഞ്ഞായിട്ട് മുറിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അത് മാത്രമല്ല, ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അങ്ങനെ ഡ്രസ്സിലും ആവില്ല. ചൂട് സമയം ആയതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഇത്തിരി ഒരു ആശ്വാസം കിട്ടും. ഇവിടെ ഞാനും ചേട്ടനും ദേവുട്ടി മാത്രമേ ഫ്രൂട്ട്സ് കഴിക്കുള്ളൂ കേട്ടോ. കേശുവിനാണെങ്കിൽ ഈ ഫ്രൂട്ട്സ് ഇഷ്ടമേ അല്ല. അവൻ ഒരു ഫ്രൂട്ട്സ് പോലും കഴിക്കാറില്ല കേട്ടോ. കുഞ്ഞിലേ അങ്ങനെ തന്നെയാണ്. ബാക്കി കട്ട് ചെയ്ത തട്ടിമത്തൻ്റെ ആ പീസ് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിൽ കമത്തി വെക്കുകയാണ്. അല്ലെങ്കിൽ ഈച്ചയൊക്കെ വന്നിരിക്കും. ഞാനും ഒരു പീസ് എടുത്ത് കഴിക്കുകയാണ്. തണ്ണിമത്തനിൽ ഇത്രയും വിത്തുകൾ വേണ്ടായിരുന്നു എന്ന് ചില നേരം തോന്നാറുണ്ട്. ദേവുട്ടി ഇവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്കുള്ള കറികൾ വെച്ചിട്ടില്ല, അപ്പോൾ ഇനി അത് വയ്ക്കണം. ചോറ് തിളപ്പിച്ച് രാവിലെ തന്നെ ഞാൻ കുക്കറിൽ വെച്ചതാണ്. ഞാൻ ഇവിടെ തോരന് വേണ്ടിയിട്ട് പയർ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിന് കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന പയറും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒതുക്കി അടച്ചു വെച്ച് കൊടുത്തു. പിന്നെ ആ പയറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തപ്പോഴത്തേക്കും ഞാൻ കുറച്ച് തേങ്ങയിൽ കുറച്ച് ജീരകവും വെളുത്തുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് അരച്ച് ആ പയറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് വറുത്തത് ഉണ്ടായിരുന്നു. ദേവുട്ടിക്ക് പോകാൻ വേണ്ടി ഏകദേശം സമയമായി വന്നിട്ടുണ്ട്. അപ്പം ദേവുട്ടിയുടെ മുടിയൊക്കെ നല്ലോണം ഒന്ന് ചീകിയിട്ട് തലമുടിയിൽ ഒന്ന് എണ്ണ തേച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഷാമ്പൂ ഒക്കെ തേച്ച് കുളിപ്പിച്ചിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. ഷാമ്പു ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേവുട്ടിക്കാണെങ്കിൽ നല്ല ടെൻഷനുണ്ട് സ്റ്റേജിലേക്ക് കയറി ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേടിയാണെന്നൊക്കെ വന്ന് പറയും. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ചേട്ടനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു പൊതുവേദിയിലൊക്കെ കയറി ഒരു സ്റ്റേജിലേക്ക് കയറി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് പൊതുവേ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അവളുടെ മുടി കെട്ടി കൊടുക്കുന്നില്ല, ഒരു ബോ മാത്രമേ ഞാൻ വയ്ക്കുന്നുള്ളൂ. പിന്നെ വേറെ ഓർണമെൻറ്റ്സോ അങ്ങനെ ഒന്നും ഇടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാൻസിനുള്ള ഡ്രസ്സും സാധനങ്ങളുമാണ് കേട്ടോ ഈ കിറ്റിനകത്തുള്ളത്. ഡ്രസ്സിന് മേച്ചായിട്ടുള്ള കുടമാണ് കേട്ടോ ഇത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം മജന്ത കളർ കുടമാണ്. പിന്നെ ഒരു തിരുപ്പനുണ്ട്. ഇത് കുട്ടികൾക്കുള്ള തിരുപ്പനാണ് കേട്ടോ. അത്ര വെയിറ്റ് ഇല്ലാത്തതാണ്.
പിന്നെ പൂവുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഈ മജന്ത കളറ് പൂവും കൂടെ വരുന്നുണ്ട്. പൂ 2 വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഡ്രസ്സ് വരുന്നത് ഈ യെല്ലോ കളറ് ബ്ലൗസും പിന്നെ മജന്ത കളറ് സ്കേർട്ടും ആണ് കേട്ടോ. അതിൻ്റെ താഴ്വശത്തായിട്ട് ചെറിയൊരു ബട്ടർഫ്ലൈയുടെ ഒരു പീസ് വെച്ചിട്ടുണ്ട്, മഞ്ഞ കളറിലുള്ള ഒരു മാലയും കൂടെ അതിൻ്റെ കൂടെ ഒപ്പം വരുന്നുണ്ട്. പിന്നെ വളയുണ്ട്, ഇത് നെറ്റിച്ചുട്ടിയാണ്. പിന്നെ കുറച്ച് ത്രെഡും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഈ മുടിയൊക്കെ കെട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ലാസ്റ്റായിട്ട് 2 സെറ്റ് സ്ലൈഡും കുറച്ച് പിന്നുകളും ഉണ്ട്. ഞാൻ സ്ലൈഡ് എടുത്തപ്പോഴത്തേക്കും പിന്നെ താഴെ വീണതാണ് കേട്ടോ. പിന്നെ അതെടുത്ത് വെച്ചു. അങ്ങനെ എല്ലാം തിരിച്ച് അതേപോലെ തന്നെ ആ കവറിൽ തന്നെ ആക്കി വെക്കുകയാണ്. പോകുന്നതിന് മുമ്പ് എല്ലാം അതിൽ തന്നെ ഉണ്ടോ എന്ന് നോക്കിയതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവുട്ടിക്ക് ചോറ് കൊടുക്കുകയാണ്. അവൾക്ക് തോരൻ മാത്രം മതിയെന്ന് പറഞ്ഞു. പുളിഞ്ചിക്ക ഒഴിച്ചുകറി ഉണ്ടായിരുന്നേ, അവൾക്കത് വേണ്ടാന്ന് പറഞ്ഞു. ചോറ് നല്ല ചൂടായതുകൊണ്ടാണ് ഞാൻ വാരി കൊടുക്കുന്നത്. സ്കൂളിലൊക്കെ ആണെങ്കിൽ അവൾ തന്നെയാണ് വാരി കഴിക്കുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്, അവൾ തനിയെ വാരി കഴിക്കുന്നത്. സ്കൂളിൽ ഇവർക്ക് വെള്ളവും സ്നാക്സും കൊണ്ടുപോകണം. അതിനുവേണ്ടി ഞാൻ വെള്ളം ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ. സ്നാക്സ് ചേട്ടൻ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ തണ്ണിമത്തം കൊടുക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ അവൾ കഴിക്കുമ്പോഴത്തേക്കും ഡ്രസ്സിലേക്ക് ആവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് കൊടുത്ത് വിടാത്തത്. പിന്നെ ബാക്കി എടുത്തു വെച്ച സാധനങ്ങളൊക്കെ ഞാൻ ബാഗിലേക്ക് ആക്കി വെക്കുകയാണ്. കുടവും കൂടെ കവറിലേക്ക് ഒരുമിച്ച് വെക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അത് ബാഗിനകത്ത് കൊള്ളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ കവറിൽ നിന്ന് ആ കുടം എടുത്ത് മാറ്റിയിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ അതിൻ്റെ അകത്തേക്ക് വെച്ചത്. എല്ലാ കുട്ടികൾക്കും മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1:30 സ്കൂളിൽ എത്തിക്കാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് ഒരു 3:30 ആകുമ്പോഴത്തേക്കും സ്കൂളിൽ പോയാൽ മതി. ദേവുട്ടിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ കറങ്ങി ഓരോന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. ഒരു 12:15 ആയപ്പോഴത്തേക്കും ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നേ. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് എടുക്കുള്ളൂ ദേവുട്ടിയുടെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. ദേവുട്ടി ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു ടെൻഷനും അങ്ങ് മാറുമല്ലോ, അതുകൊണ്ട് പിന്നെ ഇവിടെ നിന്നൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. ഇവരുടെ ഡാൻസിന് 2-3 സോങ് മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ദേവുട്ടി സ്കൂളിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പം 3:30 ആയി കേട്ടോ. 3:30 ആയപ്പോഴത്തേക്കും ഞാൻ ഇവിടെ സ്കൂളിൽ വന്നു. ചേട്ടൻ എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് കേശുവിനെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. കേശുവിനെ നേരെ സ്കൂളിൽ നിന്ന് ഇവിടെ കൊണ്ടുവരും. ദേവുട്ടിക്കും ഫ്രണ്ട്സിനും ഒന്നും മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഇവിടെ പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. ഞാൻ വന്ന സമയത്ത് ഇവിടെ കൊച്ചുകുട്ടികളെയൊക്കെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഹോളൊക്കെ നല്ലവണ്ണം അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂളിൻ്റെ ബാക്കിലായിട്ടാണ് സ്റ്റേജ് ഉള്ളത്. കുഞ്ഞു സ്കൂളായതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളൊന്നും ഇല്ല കേട്ടോ. എങ്കിലും അത്യാവശ്യത്തിന് കുട്ടികളൊക്കെ ഉണ്ട്. ഞാൻ അവിടെ വന്നിരുന്നപ്പോഴേ എല്ലാവരും ദേവുട്ടിയുടെ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. കുറേ കാര്യമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ പ്രോഗ്രാമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് പ്രെയറാണ്. ഡാൻസ് ഫസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പൂജ ഡാൻസ് കാണുമല്ലോ, അതിനുള്ള കുട്ടികളാണ് കേട്ടോ ഇവിടെ ഒരുങ്ങി നിൽക്കുന്നത്. ഇത് സ്കൂളിലെ HM ആണ്. പിന്നെ ദേവുട്ടിയും ഫ്രണ്ട്സും ഒക്കെ മേക്കപ്പ് ഇടാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇനി പെട്ടെന്നായിരിക്കും പരിപാടികളൊക്കെ നടത്തുക. ഈ പ്രോഗ്രാം തുടങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം 5:45 ആയിട്ടുണ്ട്. അപ്പോൾ അതുവരെ ഞങ്ങളവിടെ സ്റ്റേജിൽ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങ് നടത്തിയിട്ടുണ്ട് കേട്ടോ. ഈ സംസാരിക്കുന്നത് ഒരു ആർട്ടിസ്റ്റാണ്, ഒരു ഫിലിം ആക്ട്രസ്സാണ്. പിന്നെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഇവരുടെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല, മറന്നുപോയി. നാടക നടിയും സിനിമാ നടിയൊക്കെയാണ്. 35ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് പാട്ട് പാടി കൊടുക്കുകയാണ് കേട്ടോ. ആ സമയം കൊണ്ട് ദേവുട്ടി മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. മേക്കപ്പ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ദേവുട്ടിയുടെ രൂപം ഭാവമൊക്കെ അങ്ങ് മാറിപ്പോയിട്ടുണ്ട്. ദേവുട്ടിക്ക് നെറ്റിച്ചുട്ടി വെച്ച് കൊടുത്തിട്ടില്ലായിരുന്നു. അവളത് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു. എല്ലാ കുട്ടികൾക്കും രക്ഷാകർത്താക്കൾ തന്നെയാണ് വെച്ച് കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. മുടിയുടെ അടിയിൽ കൂടെ എടുത്ത് വെക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. പിന്നെ ഞാൻ അതിൽ കൂടെ എടുത്ത് അഴിഞ്ഞു പോകണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പുറത്തൂടെ വെച്ചതാണ്. മുടിയുടെ അടിയിൽ കൂടെ എടുക്കുമ്പോഴത്തേക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടില്ല, അത് നല്ല കറക്റ്റായിട്ട് അങ്ങനെ ഇരിക്കും. പിന്നെ ഞാൻ 2 സ്ലൈഡും കൂടെ കുത്തി വെച്ചിട്ടുണ്ട്. പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ശിവൻകുട്ടി സാറാണ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അദ്ദേഹത്തിന് വരാൻ എന്തോ അസൗകര്യം ആയതുകൊണ്ട് നമ്മുടെ സിനിമാ നടിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ദേവുട്ടിക്ക് ഒരു സർട്ടിഫിക്കറ്റും മെഡലും കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇടയ്ക്ക് സ്പോർട്സ് ഉണ്ടായിരുന്നു, അതിൻ്റെതാണ്. സെക്കൻഡ് പ്രൈസാണ്, എങ്കിലും കുഴപ്പമില്ല.
അങ്ങനെ നമ്മുടെ പരിപാടികൾ ദേ ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. ഫസ്റ്റ് പൂജ ഡാൻസ് ആണ്. ഇത് 4ാം ക്ലാസ്സിലെ കുട്ടികളാണ് കേട്ടോ. അടുത്തതായിട്ട് LKG UKG സ്റ്റുഡൻസിൻ്റെ ഡാൻസാണ്. കുഞ്ഞു മക്കളായതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവരുടെ ഡാൻസ്. ഇവർ വെറുതെ നിന്നാൽ പോലും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് KG കുട്ടികളും അമ്മമാരും കൂടെയുള്ള ഡാൻസാണ്. അമ്മമാരും അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ദേവുട്ടിയുടെ ഡാൻസാണ് കേട്ടോ. ദേവുട്ടിയുടെയും ഗ്രൂപ്പിൻ്റെയും ഡാൻസാണ്. ഫസ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ പാട്ടങ്ങ് ഇടയ്ക്ക് വെച്ച് നിന്നുപോയി. അതാണ് അവരങ്ങനെ ഒന്ന് അറച്ചങ്ങനെ നിന്നത്. പിന്നെ രണ്ടാമത് വീണ്ടും പാട്ടിട്ട് കളിക്കുന്നതാണ് കേട്ടോ. നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ലതായിട്ട് കളിച്ചു കേട്ടോ. ഇവരുടെ ഡാൻസ് ടീച്ചർ നല്ലോണം പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേവുട്ടിക്ക് പൊതുവേ ഒരു പേടിയുള്ളതുകൊണ്ട് ആ ഒരു പേടി മുഖത്ത് കാണാനുണ്ട്. ദേവുട്ടിയുടെ പൂവൊക്കെ ഇളകിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ എൻ്റെ അടുത്തല്ല പിന്നീട് നിന്നത്. ടീച്ചർ അങ്ങ് വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ദേവുട്ടി ഇവിടെ നെറ്റിച്ചുട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് അവൾ നേരെ ടീച്ചർ വിളിച്ചത് കൊണ്ട് ടീച്ചറിൻ്റെ അടുത്താണ് പോയി നിന്നത്. അതുകൊണ്ട് ദേവുട്ടിയുടെ പൂവൊന്നും നേരെ വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. രക്ഷകർത്താക്കൾ വേറെ സൈഡിലും കുട്ടികൾ ടീച്ചറിൻ്റെ അടുത്തുമാണ് നിന്നത്. അവളുടെ പൂവ് ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. ഡാൻസ് കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും ദേവുട്ടിക്ക് ഇതേ ബട്ടർ ബണ്ണ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ടീച്ചർ കൊടുത്തതാണ്. എല്ലാ കുട്ടികൾക്കും കൊടുത്തിട്ടുണ്ട്. കളിച്ചപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ബാക്കി കളിക്കാനുള്ള കുട്ടികളാണ് കേട്ടോ അതാ ഫ്രണ്ടിലോട്ടൊക്കെ നിൽക്കുന്നത്. കേശു ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വന്നിട്ടുണ്ടായിരുന്നു. കേശുവിൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് വന്ന് ഇരുന്നതാണ്. ചേട്ടൻ ഇനി വിളിക്കാൻ വേണ്ടി വരില്ല. ഇപ്പോൾ തന്നെ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓട്ടോ പിടിച്ച് വേണം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും കേശുവിന് ബോറടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.